ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ കൊണ്ട് വന്നത് നമുക്ക് വണ്ടിമക്കില്ലേ ഒരു ചെറിയൊരു സെറ്റപ്പ് കൊണ്ടാണ് വന്നത്. നമ്മളെ സ്പെൻഡർ മക്കില്ലത്, സ്പെൻഡർ എന്നല്ല, ഒരു 100cc വണ്ടിമക്ക്, ഏത് വണ്ടിമക്ക് നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഞാൻ വന്നത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യണതും അതുപോലെ പല സ്ഥലത്ത് വണ്ടി വെച്ചാണ്ട് പോകുന്നതും ഒക്കെ ആണ്, പല റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ സ്ഥലത്ത്. അപ്പോൾ ഒരുപാട് വണ്ടികളുടെ മോഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു സൊല്യൂഷനായിട്ട് ഞാൻ വന്നത്, നമ്മൾ പല വണ്ടിമേലും ഉണ്ടാവും ഇപ്പോൾ ഇറങ്ങണ 150, അതേപോലെ പൾസർ അതുപോലത്തെ വണ്ടിയൊക്കെ ഉണ്ടാവും, എൻജിൻ കിൽ സ്വിച്ച്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വണ്ടിമേ ഇത് പഴയ മോഡൽ വണ്ടി കൂടിയാണ്, ഇതിന്മേ കമ്പനി കൊടുത്തിട്ടുമില്ല അന്നത്തെ കാലത്ത്. ഇത് ഇറങ്ങിയ എൻജിൻ കിൽ സ്വിച്ച് ഇറങ്ങിയതുമില്ല. അപ്പോൾ നമ്മളത് എൻജിൻ കിൽ സ്വിച്ച് എന്നൊരു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്. 50 റുപ്യേൻ്റെ കേസും ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ നമുക്ക്. അപ്പോൾ വണ്ടി നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് പറഞ്ഞാൽ നമുക്ക് സാധാ വണ്ടീൻ്റെയൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാകൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ആരും ഇതാണെന്ന് കാണാതിരിക്കാൻ നമുക്ക് ടാങ്കിൻ്റെ അടിയിൽ ഏറ്റവും എവിടെ നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് പോകുകയാണെങ്കിൽ അത് ഓഫാക്കിയിട്ട് പോയാൽ മതി, ഒരു ആളും വണ്ടി കൊണ്ടുപോകില്ല. ചിലപ്പോൾ ഹാൻഡിൽ ലോക്കൊക്കെ ഇട്ടാൽ പല വണ്ടീൻ്റെ കാണലിൻ്റെ ഹാൻഡിൽ ചവിട്ടിയാണ്ട് ഹാൻഡിൽ ലോക്ക് തുറക്കണതും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അത്ര സേഫായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. പല ഈ ബുള്ളറ്റിൻ്റെ ഒക്കെ നമുക്ക് കാണലുണ്ട്. ബുള്ളറ്റിൻ്റെ ഒക്കെ പറഞ്ഞാൽ നൈസായിട്ടും തട്ടി കൊടുത്താൽ മതി, സാധനം പുറത്ത് ചാടും. പക്ഷേ ബുള്ളറ്റിൻ്റെ ഞാൻ പറയണില്ല, ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ സ്പെൻഡർ, എൻ്റെ കയ്യിലുള്ള സ്പെൻഡറിന് നമുക്ക് അതൊന്ന് പരീക്ഷിച്ചൊക്കെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പം അതിനോട് നമുക്ക് വണ്ടി അത്യാവശ്യം നല്ല ഉപകാരവും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ചേക്കൊന്നും നിങ്ങൾ ചെയ്താലും മതി. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വണ്ടിൻ്റെ 2 സൈഡത്തെ ബോഡി അയച്ചണം, അതേപോലെ സീറ്റ് അയച്ചുക, ടാങ്ക് അയച്ചെടുക്കുക. ആ കഴിഞ്ഞുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എൻജിൻ കിൽ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യണത് ഇതാണ്. ഇത് ഞാൻ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഈ സ്വിച്ച് വെക്കണല്ലേ ഇവിടെ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. അതേപോലെ നമുക്ക് ഇതാണെങ്കിൽ ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുക. കാരണം ഇതിപ്പോൾ ഞാൻ ഈ ഓൺ ഓഫ് സ്വിച്ചിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നത്. നേരെ അടിയിൽ യൂസ് ചെയ്താണ്ട് ഓണാക്കിയാണ്ട് ഓഫാക്കിയാണ്ടും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഓഫാക്കിയിട്ടാൽ പിന്നെ ഇവിടെ ഒരു അനക്കം ഉണ്ടാവില്ല. അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചെടുക്കാം. ഓക്കെ, പിന്നെ ഇതാക്കണേ, നമ്മൾ എടുത്ത സാധനങ്ങൾ 2 സ്വിച്ച് ഉണ്ട്. 2 സ്വിച്ച് പറഞ്ഞാൽ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്, ഈ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റണം. അതേപോലെ നമുക്കൊരു എക്സ്ട്രാ വയർ വലിച്ചാൽ അത് അവിടുന്ന് ഇവിടെയാണ് ഇതിൻ്റെ ഇഗ്നീഷൻ കോയിൽ വരുന്നത്. അത് നമുക്ക് അതിമക്ക് കൊടുക്കാൻ വയർ വലിച്ചാനുള്ളത്. പിന്നെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ കുറച്ച് ടൂൾസും കാര്യങ്ങളും ആയിട്ട് എടുത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പണി നോക്കാം, ഇത് അയച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ബോഡിയും ആദ്യം അയക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം. പിന്നെ അതേപോലെ അപ്പുറത്തത് നമുക്ക് അയച്ചെടുക്കാം. പിന്നെ ഇതിമ്മ വരുന്നത് സീറ്റ് വെച്ചാൽ അത് ഞാൻ തട്ടിക്കൂട്ടി ഇതാക്കിയ ബാറ്ററിയാണ്, ഇതിൻ്റെ ബാറ്ററി അല്ല. അപ്പോൾ ഞാൻ ഇതിമ്മ ബാറ്ററി പറയുമ്പോൾ ഇതാണ്, ഇവിടെ നിന്നൊരു ക്ലാമ്പും ഇതിമ്മക്കൊരു ഇത് വരിക, ഈ ബാറ്ററി സേഫായിട്ട് നിൽക്കാൻ. അപ്പോൾ ഇത് വലിയ ബാറ്ററി ആയതുകൊണ്ട് ഞാൻ ഇവിടെയും കട്ട് ചെയ്ത്, അതേപോലെ ഇതിൻ്റെ ഇവിടെയും കട്ട് ചെയ്ത്, ഈ ക്ലാമ്പ് ഇവിടെ നിർത്താനുള്ള ഒരു ചെറിയൊരു അടപ്പ് പോലത്തെ ഇതുണ്ടായിരുന്നു, അതും ഞാൻ കട്ട് ചെയ്തിട്ട് വലിയ ബാറ്ററി കയറ്റിയത്. ഈ ബാറ്ററി വലിയ വർക്കിംഗ് ഒന്നല്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടും. കുഴപ്പമില്ലാതെ എന്നല്ല, തീരെ കിട്ടില്ല. എന്നാലും വണ്ടി ഒന്ന് ഓടി വന്നാൽ ചെറിയൊരു ഇത് കിട്ടും. വണ്ടി ഒന്ന് ഓടി ചാർജ് ബാറ്ററിക്ക് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ പവർ കിട്ടും, അത് വർക്ക് ചെയ്യാനുള്ള പവർ കിട്ടും. എന്നാലും ബാറ്ററി മാറ്റണം. ഓക്കെ, ബാറ്ററി മാറ്റണം കരുതുന്നുണ്ട്. അതേപോലെ നമുക്ക് ബോഡിയൊക്കെ ഇവിടെയൊക്കെ തുരുമ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമുക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയിൽ ചെയ്യണം. കാരണം അന്ന് ഞാൻ റിന്യൂവൽ എടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പണി എടുത്തതാണെന്നുള്ളൂ. 1 വർഷമായി ഇപ്പോൾ എടുത്തിട്ട്. ആദ്യം നമുക്ക് മറ്റേ സ്പാൻഡർ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അയച്ചത്. അതേപോലെ ഇപ്പുറം ഭാഗത്ത് ഇതുപോലത്തെ നമുക്കൊരു സ്ക്രൂ വരുന്നുണ്ട്, ഒരു ഞെട്ട് വരുന്നുണ്ട്, അതും കൂടി നമുക്ക് അയച്ചെടുക്കാം. ഇനി ഇതാക്കണ സീറ്റ് ഊരാനായി. സീറ്റ് ഇനി നേരെ നമുക്ക് ഇതിൻ്റെ 12/4 സ്പാൻഡറിൽ 12 കേട്ടോ ഇവിടേക്ക് വരുന്നത്, നമുക്കത് അയച്ചെടുക്കാം. അപ്പോൾ ഇതാക്കണേ, നമ്മളിത് അയച്ചെടുത്തണ്. ഇനി നേരെ
അപ്പോൾ ഇതാക്കണേ നമുക്ക് ഇത് ചെയ്യേണ്ടത് ഇഗ്നീഷൻ കോയിൽമേക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇതാണ് നമ്മൾ ചെയ്യണത്. എന്താ അപ്പോൾ ബാക്കി ഇതാക്കാം. ആദ്യം നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് തട്ടി തുടച്ചെടുക്കാം. നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ അത് തുടച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാക്കണേ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് തുടച്ചത് ക്ലിയർ ആക്കി എടുത്തിന്. ഓവറായി കിടക്കുന്ന ചളിയില്ലേ, ഇതുവരെ ക്യാമറ പിടിച്ചൊന്നും ഇതാക്കണ ഇതിലുമാണ്. പിന്നെ നമുക്ക് ഈ സ്വിച്ച് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്വിച്ച് ഊരി കളയാം. എന്നിട്ട് ആ സ്വിച്ചിൻ്റെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് നമുക്ക് ഈ ഭാഗത്തേക്ക് വെക്കാം. അതേപോലെ ഈ സ്വിച്ച് നമുക്ക് ഇവിടെയും ഫിറ്റ് ചെയ്യാം. സ്വിച്ചിൻ്റെ കളറുണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞ വെയിലുണ്ട് ഈ ലെവലിലാവും. പിന്നെ നോക്കി ആ ലെവലിൽ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അവിടുന്ന് നമുക്ക് വയറെടുത്തിട്ട് നമുക്ക് ഇതിമക്കും കൊടുക്കാം. ഇഗ്നീഷൻ കോയിലാണ് ഇത് കിടക്കുന്നത്. ഇഗ്നീഷൻ കോയിലിൻ്റെ ഞാൻ ഈ മുകളിലത്തെ ഈ കണക്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ വയറുമൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അച്ഛന്മാർ നമ്മൾ ഈ സ്ക്രൂ ഇങ്ങോട്ട് ഊരിയെടുക്കുക ആണ്, അത് കൈ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിമക്ക് ഫിറ്റ് ചെയ്യാം. ഇതിമ ഫിറ്റ് ചെയ്യണതിൻ്റെ മുന്നേ നമുക്ക് പഴയ ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നമുക്ക് ഊരി ഒന്ന് ജസ്റ്റ് ഊരിയിടാം. ഓക്കെ, ഈ സ്വിച്ച് ഒരു ദിവസമായി നമ്മൾ അട്ടപ്പാടി വീഡിയോ കണ്ടവർക്കറിയാം. അന്ന് പോയപ്പോൾ നമ്മളെ ലൈറ്റ് ഒന്ന് വർക്ക് ചെയ്യാതായി. അപ്പോൾ ഞാനൊന്ന് ഊരി, എന്താ പ്രശ്നം എന്നറിയാൻ. അപ്പോൾ ബാറ്ററിൻ്റെ ചെറിയ പ്രോബ്ലം ഇനി പോയി കയ്യിൽ നിന്ന് പോയി. ബാറ്ററിൻ്റെ ചെറിയ പ്രോബ്ലം ഇനി ആ കാരണത്താൽ ഞാൻ ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റാണ് കരുതി ഞാൻ ഊരി നോക്കിയത്. പക്ഷേ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് അല്ലേ ഇനി. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കളിച്ചതിൽ സ്വിച്ച് കിടന്ന്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് ആ സ്വിച്ചിൻ്റെ ആവശ്യമില്ല, സ്വിച്ച് ഒഴിവാക്കുക. നമുക്ക് ഇന്നത്തെ പുതിയ സ്വിച്ച് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഈ എൻജിൻ്റെ കിൽ സ്വിച്ച്, ഈ ഓൺ ഓഫ് ഉണ്ട്. ഓണെ നമുക്ക് മേലേക്ക് ആക്കാം, ഓഫ് താഴത്തേക്ക് വെക്കാം. ഈ വയറിങ്ങനെ ഇട്ടിക്കുകയാണ് കാണിച്ചു. വയറിങ്ങനെ ഇട്ടിക്കുകയാണ് ജസ്റ്റ് നമുക്ക് ആവശ്യമില്ല എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കുക കളയാം. ഓക്കെ ഓക്കെ, സ്വിച്ച് വർക്കിംഗ് ആയ സ്വിച്ചാണ്. ഇനി സ്വിച്ചിന് ഉള്ളിൽ കൂടെ കംപ്ലൈൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അയച്ചു നോക്കിയാലേ കാണാം, അറിയാൻ പറ്റുള്ളൂ. മൂടുണ്ട്, മഴ പെയ്യോ എന്ന് പറയാൻ പറ്റൂല. ഈ ലെവലിൽ വെക്കാം. ആകുമ്പോൾ നമുക്ക് വണ്ടി ഇങ്ങനെ ഓഫാക്കാം. ഒന്നുകൂടി പൊക്കാം നമുക്ക്. അപ്പോൾ അച്ഛന്മാരെ ഇതാക്കണേ, ഇത് നമുക്ക് അയച്ച് ഇങ്ങോട്ട് എടുക്കാം. ഇത് എടുക്കാൻ നടക്കൂല, കാരണം ഇതിൻ്റെ ജസ്റ്റ് ആ വയറുമ്പോൾ തൂങ്ങി അവിടെ കടന്നോളൂ. ഈ ഇൻഡിക്കേറ്റർ പോയി കത്തുന്നില്ല, അതൊന്ന് മാറ്റി. അവിടെ ഇറക്കട്ടെ. നമുക്കിതിൻ്റെ ഈ വയറ് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോകണം. ഓക്കെ, അല്ലാഹു അക്ബർ. ഇതൊക്കെ നമുക്ക് ഇത് ചെയ്തിടാം, ടൈ ചെയ്തിടണം. അപ്പോൾ ടൈ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നമുക്ക് രസയുമില്ല. ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുക്കാം. ആണ് വയർ കട്ട് ചെയ്തത് വലിയ അതൊന്നുമില്ല. നമുക്ക് ഇതാക്കണേ, എന്താ നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ഇതിൻ്റെ ഇവിടെ ഇതാക്കണേ, കട്ട് ചെയ്ത് മാറിയതാണെന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഞാൻ മാറ്റിയിട്ടില്ല. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെ കാണുന്നത്. പല പാടത്ത് പല വയറുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ വയർ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഞാൻ അവിടെ കടന്നോളൂ കാണാം. അപ്പം ഇത് നമുക്ക് അങ്ങനെ വെച്ചിന് തല നൈസായിട്ട് കിട്ടി. ഇതാകണം ഈ വയറിൻ്റെ ഇത്
നമ്മൾ സ്പെയർ പാർട്സിൻ്റെ കടയിലൊക്കെ പോയി ചോദിച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു കണ്ടർ ചോദിച്ചാൽ മതി. ഇതിപ്പോൾ ഹോണുമേലൊക്കെ കൊടുക്കണ മോഡലാണ്. അപ്പോൾ ഇത് ചോദിച്ചാൽ മതി, ഓല് എടുത്ത് തന്നോളും. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ മച്ചന്മാർ ഇതാക്കണേ, ഇത് നമ്മൾ ഈ ലെവലിൽ ഫിറ്റ് ചെയ്തിന്. ഓക്കെ, ഇനി നമുക്കിത് നമുക്ക് കണക്ട് ചെയ്യാനാണ്. അതിൻ്റെ മുന്നേ നമുക്കിതൊന്ന് ഇൻസ്റ്റൽ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റൽ ചെയ്താൽ അത്രയും നല്ലതാണ്, ഷോർട്ടാകണയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് സാധനമാണെങ്കിലും ഇതുപോലത്തെ ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത്. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് നേരെ ഇഗ്നീഷൻ കോയിലുമൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. നേരെ ഇഗ്നീഷൻ കോയിലുമൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയാണ്ട് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നീഷൻ കോയിലിൻ്റെ ഇത് പൊട്ടും. ഇത് പൊട്ടിയാൽ നമുക്ക് ഇഗ്നീഷൻ കോയിൽ അടക്കം തന്നെ മാറ്റേണ്ടി വരും, ഫുള്ള് മാറ്റേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ലെവലിലപ്പോൾ നമ്മൾ ചെയ്തത്. ഇതൊക്കെ നമുക്ക് രണ്ട് മേൽക്കൂടെ എടുത്ത് ടൈ ചെയ്തിടാം. ആദ്യം നമ്മൾ ചെയ്തത് വർക്കിംഗ് ആവോ സക്സസ് ആയിനൊന്ന് നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് വണ്ടിൻ്റെ ചാവി ഇതാക്കുന്നത്, ചാവി എടുത്തിട്ട് ഷാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഓഫിലിടാം. ഇപ്പോൾ ടാങ്കിൽ ഈ കാർബറേറ്ററിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. ആ എണ്ണ ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ? ഇതിപ്പോൾ ഓഫിലാണ് കിടക്കുന്നത്, ഒന്നും കിട്ടൂല. നേരെ ഓണാക്കുക, പരിപാടി അത് ഓഫായി. നമ്മൾ ചെയ്തത് സക്സസ് ആയിരിക്കുന്നു. അടി കൈ അത് നമ്മൾ ചെയ്ത പരീക്ഷണവും എല്ലാം അത് സക്സസ് ആയി. ഈ സാധനം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെയും ഫിറ്റ് ചെയ്യാം. ഇതിമേലൊക്കെ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ സ്വിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്താൽ നമുക്ക് അത്രത്തോളം നമുക്ക് ആ സാധനത്തിൻ്റെ ഉപകാരം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ സാധനം വണ്ടി മോഷണം പോകാതിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഉപയോഗപ്പെടും. ഓക്കെ, നമ്മൾ ആദ്യം ചാവി ഇനി ഓഫാക്കാം. ഈ വേറെ നമുക്ക് മാറ്റാം. അപ്പോൾ ഫുൾ സെറ്റായിന്. ഇനി നമുക്ക് വണ്ടീൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇപ്പോൾ കഴുകിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇനി വണ്ടി ഒന്ന് പരിപാടി കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാക്കണം, നമ്മളിവിടെ കൊടുത്ത വയറ് കൊണ്ട് ഒന്ന് സെറ്റ് ആക്കി ഒതുക്കി വെച്ചിന്. ഒതുക്കി പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട്, അതിനെ വലിച്ചപ്പോൾ പൊട്ടി തുരുമ്പ് പിടിച്ചാണ്ട് ഇനി മാറ്റാനൊന്നും കയ്യിലുണ്ടാവില്ല എന്നാകുമ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഇവിടെ നിന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ വയർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്വിച്ച് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ മച്ചാന്മാർ ഇതാക്കണേ, നമ്മൾ ആ ലൈറ്റിന് കൊടുക്കാനുള്ളത് ഇത് നമുക്ക് ഇതിമ്പോൾ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മച്ചന്മാർ ഇതാക്കണത് നമ്മൾ ഈ ലെവലിൽ ഫിറ്റ് ചെയ്തിന്. ഈ വയറിൻ്റെ ഈ തടസ്സം കാരണം നമുക്കിത് നേരെ ഇങ്ങനെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഈ സ്വിച്ച് അപ്പുറം ഭാഗത്തൊക്കെ കിടക്കണം, ഈ ഭാഗത്തൊക്കെ കിടക്കണം. അപ്പോൾ നമുക്ക് അതുകൂടി എന്താക്കാം, റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ മച്ചന്മാർ ഇതാക്കണേ, നമ്മൾ ഈ വയർ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് നേരെ ഇപ്പുറത്ത് ഈ ബൈക്കൂടെ ഈ ഇളകാൻ വയർ അങ്ങനെ എടുത്ത് ഇപ്പുറത്ത് കിട്ടിട്ട് ഒരു കണക്ഷൻ നമ്മൾ ഇതിമൊക്കെ കൊടുത്ത്, ചാവി കുറ്റിൻ്റെ ഇതിമൊക്കെ കൊടുത്ത്, ഒരു കണക്ഷൻ നമ്മൾ ഹെഡ് ഇതിമൊക്കെ കൊടുത്ത്, ബൾബിൻ്റെ ഇതിമൊക്കെ കൊടുത്ത്, ആ ബൾബിൻ്റെ ഒരു ലൈറ്റ് ഇത് ഇട്ടണത് അത് അതിമ ആ കടന്നതിമ കൂടെ ആ കണക്ഷൻ നേരിട്ട് കൊടുത്തതാണ്. കറക്റ്റ് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ കൊടുത്തതെന്ന് കോൽക്കാൻ അറിയുള്ളൂ. പിന്നെ ഇതിന് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണില്ല, അത് ഇവിടെ ഒരു കണക്ഷൻ വിട്ട് കിടക്കുന്നുണ്ട്, അത് തന്നെ ഇക്കാരട്ടോ. ഞാൻ നോക്കട്ടെ, അതാകാനാണ് സാധ്യത കാണുന്നത്. അതല്ല കേട്ടോ, നമുക്ക് ഏതായാലും ഇത് ഓണാക്കി നോക്കാം. ഓക്കെ, സ്വിച്ച് ഇപ്പോൾ ഓണിലാണ് കിടക്കണേ. ഇതാക്കണേ, എൻജിൻ സ്വിച്ചും ക്ലിയറായി. ഇതപ്പോൾ ഇതിലാണ് കിടക്കണേ. ഇതിലൊന്ന് നടന്നു കണ്ടോ, അവിടെ മേത്ത് കടിച്ചിന്. അപ്പോൾ ക്ലിയറായി. ഓക്കെ, ഈ ഒരു LED പോയിന്. ഇത് ഇതിൻ്റെ അളിയൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ബുള്ളറ്റ് വന്ന് ഞാൻ എടുത്തതാണ്. എന്താ ഈ ബൾബ് വണ്ടി ഞാനാണ് കൊടുത്തിരുന്നത്, വിറ്റത്. അപ്പോൾ വിറ്റപ്പോൾ ഞാൻ അതിൽ രണ്ട് ഇതുണ്ടായി, ലൈറ്റ് ഉണ്ടായിരുന്നു, ഫോഗ് ലാമ്പ്. വൈറ്റിന് ഇത് ഉണ്ടായിരുന്നത്, ഇത് സ്റ്റിക്ക് തൊട്ടിച്ചതാണ്. അപ്പോൾ ഞാനത് ഊരി ദിമക്ക് കയറ്റി. അപ്പോൾ അതങ്ങനെ ഉപകാരം. ഇത് അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. അത് ഞാൻ എന്താ ആവശ്യമില്ല ടൈമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട്, ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് വയനാട് മേഖലയിൽ, കോട മൂടിയ മേഖലയിലൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ബോഡിയും കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ ഇതാക്കണേ, നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റ്. ഇതാക്കണം ടോട്ടൽ വ്യൂ.
ഫുൾ ഓക്കെ ആയി കേട്ടോ. ഇനി കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം എണ്ണ ഓണാക്കുക. എണ്ണ ഓണാക്കിയിട്ട് 2 സ്വിച്ചാണ് ഇപ്പോൾ നിലവിൽ ഞാൻ വെച്ചത്. 2 സ്വിച്ച് വെച്ചതിൽ ഇത് നമ്മളെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചും ഇത് നമ്മൾ എൻജിൻ കിൽ സ്വിച്ചും. ഓക്കെ, ഇപ്പോൾ ഇതാക്കണേ നമ്മൾ ഇത് ഓഫിലിട്ടിട്ട് നമ്മൾ കിക്കർ അടിച്ച ചാവി ഓണിലാട്ടോ. ചാവി ഓണിലാണ്. നല്ല ഇടി പറ്റുന്നുണ്ട്. ഓഫിലാണ്. എന്ത് കാട്ടിയാലും ചാട്ടാവില്ല. നേരെ ഓണാക്കുക. അതാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് സക്സസ് ആയിന്. നമുക്ക് കുറച്ചിങ്ങനെ റൈസ് ചെയ്തിട്ട് ഈ ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്വിച്ച് നമ്മൾ ഇതിൻ്റെ ടാങ്കിൻ്റെ സീറ്റിൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സേഫ്റ്റിന്ന് എവിടെയാണ് തോന്നുന്നത്, എവിടെ കാണാൻ കഴിയില്ലാന്ന് തോന്നുന്നിടത്താണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് നേരെ ഇപ്പുറത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ സ്വിച്ചിൻ്റെ ഓണിൻ്റെ ഒരു വേറെ സ്വിച്ച് മോഡൽ സ്വിച്ചൊക്കെ ആണെങ്കിൽ ഉള്ളിൽ ഇത് വെച്ചാൽ മതി, പരിപാടി തീരും. അപ്പോൾ നമുക്ക് സംഗതി സക്സസ് ആയിരിക്കുന്ന ആണ് നമ്മളെ വീഡിയോ. ഓക്കെ, ആ കണ്ട് ലാസ്റ്റ് ഇത് ഓണിലേക്ക് സ്റ്റാർട്ടതായി ഓഫായി പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ പരിപാടി തീർന്നു. അപ്പോൾ ഇനി വണ്ടി ഒന്ന് കഴുകട്ടെ. വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ട് വണ്ടി കഴുകിയിട്ട് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ, അപ്പം വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.